ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസുമായി ഇടഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമല്ലെന്ന തിരിച്ചറിവ് എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ മാത്രമാണ് കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ പരസ്പര ധാരണയിൽ പ്രചരണം നടത്താനെങ്കിലും ശ്രമം നടത്തിയത്. ഇരുവർക്കും തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടാക്കുന്നത് നല്ലതാണെന്ന നിലപാടിലാണ് ഗുജറാത്ത് കോൺഗ്രസ് ഘടകം. 2027 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ ജഗദീഷ് താക്കൂർ, ജിഗ്നേഷ് മേവാത്തി തുടങ്ങിയവരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. എന്നാൽ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയിലെ പല നേതാക്കളും കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുന്നതായാണ് വിവരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഒരു ലോക്സഭാ സീറ്റിൽ ബി.ജെ.പി പരാജയപ്പെട്ടെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പോലും നടത്താതെ ഏകപക്ഷീയമായി സൂറത്തിൽ വിജയിച്ചിരുന്നു. സൂറത്ത് ലോക്സഭയിൽ പണമിറക്കി അവസാന നിമിഷം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല എന്ന പ്രതീതി സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ബി.ജെ.പിയുടെ നാണം കെട്ട കളി നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ട് ഗുജറാത്തിൽ ബി.ജെ.പിക്ക് നല്ലൊരു തിരിച്ചടി നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. വോട്ടർമാരിൽ കൃത്യമായ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അഹമ്മദാബാദിൽ നടന്ന റാലിയിൽ യുവജനങ്ങളുടെയും ആദിവാസി വിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. മഹാറാലിക്ക് സമാനമായി ഗുജറാത്തിൽ ഒരു പദയാത്ര കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നതായാണ് വിവരം. നെഹ്റു അല്ല, സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരവസരത്തിൽ ബി.ജെ.പി പട്ടേലിനെ ഉയർത്തിക്കാട്ടുന്ന പ്രതീതി സൃഷ്ടിച്ചിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ അനുകൂലികൾക്ക് ഗുജറാത്തിൽ ശക്തമായ വോട്ട് ഷെയർ ഉണ്ടെന്നിരിക്കെ അദ്ദേഹം അടക്കമുള്ള സ്വതന്ത്ര സമര സേനാനികളുടെ വാക്കുകൾ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടുക്കുകയാണ് നരേന്ദ്രമോദിയും ബി.ജെ.പി സർക്കാരും ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഹർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. എങ്കിലും പലരും വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി രാഹുൽ ഗാന്ധി ഹർദിക് പട്ടേലിനെ കാണാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയെങ്കിലും ബി.ജെ.പി കനത്ത തിരിച്ചടി നൽകാനായില്ലെങ്കിൽ അവർ ഏകാധിപതികളായി മാറുമെന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ അപകടമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കൊല്ലം അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നീണ്ട കാലത്തെ ബി.ജെ.പി ഭരണം അവസാനിപ്പിക്കാനാകുമെന്നും കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കങ്ങളെ നോക്കി കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.